അൽഹംദുലില്ലാ നഹ്മദുഹു വനുസല്ലി വനുസല്ലിമു അലാ റസൂലിൽ കരീം അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സിനെ നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ. വളരെ നാളുകൾക്ക് ശേഷം വീണ്ടും നമുക്കിങ്ങനെ മജ്‌ലിസ് തുടങ്ങാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാ. നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത് ക്ഷമയും നന്ദിയും ഉള്ളവർ ആരാണ് എന്ന്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസാണ്. അബ്ദുല്ലാഹിബിൻ അംർ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. ഈ ഹദീസ് ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ പ്രമുഖമായ സുനനു തിർമിദിയിൽ കാണാൻ കഴിയും. ആ ഹദീസ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഖസ്ലത്താനി, രണ്ട് ഗുണങ്ങൾ, രണ്ട് കാര്യങ്ങൾ, മൻ കാനത്താ ഫീഹി, ആ രണ്ട് കാര്യങ്ങൾ ഏതൊരു വ്യക്തിയിൽ ഉണ്ടോ ആ വ്യക്തിയെ കതബഹുല്ലാഹു ഷാക്കിറൻ സോബിറ, അല്ലാഹു തആല അവനെ നന്ദിയുള്ളവനായി ക്ഷമയുള്ളവനായി രേഖപ്പെടുത്തുന്നു. അപ്പം രണ്ട് ഗുണങ്ങളാണ്, രണ്ട് കാര്യങ്ങളാണ്. ആ രണ്ട് കാര്യം ഏതു മനുഷ്യരുടെ ജീവിതത്തിലുണ്ടോ ആ മനുഷ്യരെ അല്ലാഹു തആല നന്ദിയുള്ളവരായിട്ടും ക്ഷമയുള്ളവരായിട്ടും കണക്കാക്കുന്നു. എന്നാൽ വമല്ലം തകൂന ഫീഹി, ആ രണ്ട് ഗുണങ്ങൾ ആരിൽ ഇല്ലയോ അങ്ങനെയുള്ളവരെ ലം യകുതുബുഹുല്ലാഹു ഷാക്കിറൻ വലാ സബർ, അല്ലാഹു തആല നന്ദിയുള്ളവരായിട്ടോ ക്ഷമയുള്ളവരായിട്ടോ അല്ലാഹു തആല നിശ്ചയിക്കുന്നില്ല, രേഖപ്പെടുത്തുന്നില്ല. ആരാണ് ആ രണ്ട് ഗുണങ്ങളുള്ളവർ? നമുക്ക് നോക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടർന്ന് പറയുന്നു: മൻ നളറ ഫി ദീനിഹി ഇലാ മൻ ഹുവ ഫൗഖഹു ഫഖ്തദ ബിഹി. അതായത് ആ രണ്ട് ഗുണങ്ങൾ, ഒന്ന്, ഒരാൾ അയാളുടെ ദീനീ കാര്യങ്ങളിൽ അയാൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, ആ സൽക്കർമ്മങ്ങളിൽ അയാൾ നോക്കും. സൽക്കർമ്മങ്ങളുടെ വിഷയത്തിൽ അയാൾ ഇങ്ങനെ നോക്കുന്നത് ഇലാ മൻ ഹുവ ഫൗഖഹു, അയാളേക്കാൾ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആൾ ആരുണ്ടോ ആ ആളിലേക്ക് അയാൾ എപ്പോഴും നോക്കും. എന്നിട്ടോ ഫഖ്തദാ ബിഹി, ആ ആളിനെ അനുഗമിക്കുവാൻ, പിന്തുടരുവാൻ, ആ ആളിന്റെ വഴി സഞ്ചരിക്കുവാൻ വേണ്ടി ശ്രമിക്കും. മാത്രമല്ല വ നളറ ഫീ ദുനിയാഹു, അദ്ദേഹത്തിന്റെ ഭൗതിക അനുഗ്രഹങ്ങളുടെ വിഷയത്തിൽ അദ്ദേഹം നോക്കുന്നത് ഇലാ മൻ ഹുവ ദൂനഹു, എപ്പോഴും അദ്ദേഹത്തിനേക്കാൾ ഭൗതിക അനുഗ്രഹങ്ങളുടെ വിഷയത്തിൽ താഴെ നിൽക്കുന്ന ആളിലേക്ക് നോക്കും. എന്നിട്ട് ഫഹമിദല്ലാഹ അലാ മാ ഫളലഹു ബിഹി അലൈഹി, ഓ അല്ലാഹു തആല എനിക്ക് ഇദ്ദേഹത്തിനേക്കാൾ ഒരുപാട് നൽകിയല്ലോ എന്ന് ഓർത്തിട്ട് അൽഹംദുലില്ലാ പറഞ്ഞ് അള്ളാഹുവിനെ സ്തുതിക്കും. അങ്ങനെ ഉള്ള ആളിനെ അല്ലാഹു തആല കതബഹുല്ലാഹു ഷാക്കിറൻ വസബിറ, അല്ലാഹു തആല നന്ദിയുള്ളവരായിട്ടും അതുപോലെ ക്ഷമയുള്ളവരായിട്ടും അല്ലാഹു രേഖപ്പെടുത്തുന്നതാണ്. കാര്യം വളരെ വ്യക്തമാണ്. നമ്മൾ ഓരോരുത്തരുടെയും ദീനിയായ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, നമ്മൾ നമസ്കരിക്കുന്നവരാണ്, അതുപോലെ നോമ്പാകുമ്പോൾ നോമ്പ് പിടിക്കുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നു, പല കാര്യങ്ങളും ചെയ്യുന്നവരാണ്. ഇത്തരം കാര്യങ്ങളിൽ നമ്മളെക്കാൾ വളരെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ, അവർ ജീവിച്ചിരുന്നപ്പോഴും അങ്ങനെയാണ്, അല്ലെങ്കിൽ മരിച്ചുപോയവരാണെങ്കിലും ശരി, അവർ ജീവിച്ചിരുന്നപ്പോൾ ആ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവരൊക്കെ ഇങ്ങനെ ചെയ്തിരുന്നല്ലോ, നമ്മളെക്കാളും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്നല്ലോ, അവരൊക്കെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ടു വളർന്നതാണ്, അവരിങ്ങനെയൊക്കെ ചെയ്തതാണ് എന്ന് അങ്ങനെ ഓർത്തിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇടയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ നോക്കിയിട്ട് അവരൊക്കെ ഇത്രയും ചെയ്യുന്നുണ്ടല്ലോ, എനിക്ക് അത്രയും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന് നമ്മുടെ ദീനിന്റെ വിഷയത്തിൽ നമ്മളെക്കാൾ ഉയരത്തിൽ നിൽക്കുന്നവരെ നോക്കുകയും അവരെ പറ്റി ചിന്തിക്കുകയും അവർ ചെയ്യുന്നത് പോലെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഭൗതികമായ അനുഗ്രഹങ്ങളുടെ വിഷയത്തിൽ നമ്മളെക്കാൾ കുറഞ്ഞവർ, താഴ്ന്നവർ, നമ്മളത്രയൊന്നും ഇല്ലാത്തവർ, അവരിലേക്ക് നോക്കിയിട്ട് അൽഹംദുലില്ലാ എനിക്ക് ഇത്രയൊക്കെ തന്നല്ലോ എന്ന ഒരു വലിയ മനസ്സ്, അത് പ്രകടിപ്പിക്കുന്നവരെയാണ് അല്ലാഹു തആല നന്ദിയുള്ളവരായും ക്ഷമയുള്ളവരായും രേഖപ്പെടുന്നു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രവാചകൻ തുടരുന്നു: വമൻ നളറ ഫീ ദീനിഹി ഇലാ മൻ ഹുവ ദീനഹു ഇലാ മൻ ഹുവ ദൂനഹു, ഒരാൾ അയാളുടെ ദീൻ കാര്യങ്ങളുടെ വിഷയത്തിൽ അയാളേക്കാൾ താഴെയുള്ളവർ, അദ്ദേഹത്തിനേക്കാളും താഴെയുള്ള, അദ്ദേഹം കൃത്യമായി നമസ്കരിക്കുന്ന ആളാണ്, എന്നാൽ അദ്ദേഹം നോക്കുന്നയാളാണെങ്കിലും കൃത്യമായി നമസ്കരിക്കാത്ത ആളാണ്, അങ്ങനെയുള്ള ആളിലേക്ക് നോക്കുകയും വനളറ ഫീ ദുനിയാഹു ഇലാ മൻ ഹുവ ഫൗഖഹു, ദുനിയാവിന്റെ വിഷയത്തിൽ സാമ്പത്തികമായി മറ്റെല്ലാ രൂപത്തിലും തന്നേക്കാളും ഉയർന്നു നിൽക്കുന്ന ആളിലേക്ക് നോക്കുകയും ചെയ്യും. എന്നിട്ട് ഫഅസിഫ അലാ മാ ഫാത മിൻഹു, അദ്ദേഹം എന്ത് ചെയ്യുമെന്നറിയുമോ? അപ്പോൾ എനിക്കിതൊന്നും കിട്ടിയില്ലല്ലോ, എന്നെക്കാളും ഒരുപാട് അദ്ദേഹത്തിന് ഉണ്ടല്ലോ, അത്രയൊന്നും എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന രൂപത്തിൽ ഒരു നിരാശയും ഒരു ദുഃഖവും അദ്ദേഹം മനസ്സിൽ കൊണ്ടുവരും. അപ്പൊ അദ്ദേഹം ചെയ്ത രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹത്തിന്റെ ദീനിയായ കാര്യങ്ങൾ, നമസ്കാരങ്ങളാകട്ടെ മറ്റിതര ദീനിന്റെ കാര്യങ്ങളാകട്ടെ,
ആ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം നോക്കുന്നത് അദ്ദേഹത്തിനേക്കാളും താഴെ നിൽക്കുന്നവരിലേക്ക് നോക്കും. ഇവരെക്കാളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, ഇന്നയാളെത്ര നമസ്കരിക്കുന്നു, അദ്ദേഹം എത്ര നോമ്പെടുക്കുന്നു, അദ്ദേഹം എത്ര നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, അവരിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഞാനാണല്ലോ കേമൻ, അവരെക്കാളും ഒരുപാടൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ടല്ലോ എന്നിങ്ങനെ ചിന്തിക്കുന്നു. എന്നിട്ട് ഭൗതികമായ വിഷയത്തിൽ വരുമ്പോൾ തന്നെക്കാളും ഉയരത്തിൽ നിൽക്കുന്നവരേക്ക് നോക്കിയിട്ട് അവർക്ക് വീടുണ്ട്, എനിക്ക് നല്ല വീടില്ല, വാഹനമുണ്ട്, എനിക്ക് നല്ല വാഹനമില്ല, വലിയ സൗകര്യങ്ങൾ അവർക്കുണ്ട്, എനിക്ക് അത്തരം സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ചിന്തിച്ച് നിരാശപ്പെടുന്നു, ദുഃഖിതനായി തീരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലം യക്തുബഹു അല്ലാഹു ശാകിറൻ വലാ സോബിറ. ഈ ഒരു ഗുണമുള്ള, ഈ ഒരു സ്വഭാവമുള്ള വ്യക്തിയെ അള്ളാഹു തആല ഒരിക്കലും നന്ദിയുള്ള, ക്ഷമയുള്ള ആളായിട്ട് രേഖപ്പെടുത്തുകയില്ല, നിശ്ചയിക്കുകയില്ല, കണക്കാക്കുകയില്ല എന്ന് പറയുകയാണ്. നമുക്ക് കാര്യം വളരെ വിശദീകരണങ്ങളൊന്നുമില്ല, മനസ്സിലായി. അള്ളാഹു തആല നമുക്ക് കൂടുതൽ ക്ഷമയുള്ള, നന്ദിയുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ 2 കാര്യങ്ങളാണ്. ഏതൊക്കെയാണ്? ഒന്ന്, നമ്മുടെ ദീനിന്റെ വിഷയത്തിൽ നമ്മളെക്കാൾ ടോപ്പിൽ നിൽക്കുന്നവർ, ചിലപ്പോൾ അവർ മരിച്ചു പോയിട്ടുണ്ടാകാം, ചിലപ്പോൾ ജീവിച്ചിരിക്കുന്നവരായേക്കാം, അവരിലേക്ക് നോക്കിയിട്ട് അവരുടെ വഴിയിൽ നമ്മൾ സഞ്ചരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ദുനിയാവിന്റെ വിഷയത്തിൽ നമ്മളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കിയിട്ട് അള്ളാഹു എനിക്ക് അവരെക്കാളൊക്കെ നൽകിയല്ലോ എന്നുള്ള ഒരു ചിന്ത. ഈ ഒരു ചിന്തയാണ് പ്രിയമുള്ളവരെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് എപ്പോഴും ഗുണകരമായി തീരുന്നത്. അല്ലാതെ നമ്മൾ തിരിച്ചു ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഹൃദയം നിറയുകയില്ല. മറ്റുള്ളവരിലെ കൂടുതൽ കിട്ടിയവരുടെ പിറകെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ഹൃദയം നിറയുകയില്ല. ഇങ്ങനെ എപ്പോഴും ആ ചിന്തയിൽ കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ കൂടുതൽ സമ്പാദിക്കണം, എനിക്ക് അദ്ദേഹത്തിനെ പോലെ ആകണമെന്നുള്ള ഇങ്ങനെ ചിന്തയിലായിരിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്ഷമയുള്ള, നന്ദിയുള്ള നല്ല ദാസന്മാരായി മാറുവാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സംശയമൊന്നുമില്ലല്ലോ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.